നാളെ മിഡ് ക്യാപ്പിലേക്ക് ഒരു എൻട്രി നമുക്ക് എടുക്കാൻ പറ്റുമെന്ന് നോക്കാം. കാരണം നാളെ എന്ന് പറയുമ്പോഴത്തേക്ക് അറിയാലോ 10/7 ഡേറ്റ്. അത് നമുക്ക് എൻട്രി എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ 10/7/2025 മിഡ് ക്യാപ്പ് എൻട്രി മെത്തേഡാണ് എൻട്രിയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ ഈ മിഡ് ക്യാപ്പ് എൻട്രിയിൽ മന്ത്ലി എടുക്കുമ്പോഴത്തേക്ക് മന്ത്ലി ചാർട്ടിൽ ഒരു ഇത് കാണാൻ സാധിക്കുന്നത് വെച്ചാൽ മാർക്കറ്റ് ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ കയറി 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 പോയി ഒരു ഫുൾ ബാക്ക് കിട്ടി ഒരു ഇതിൽ വന്നിട്ട് ഒരു സ്ട്രക്ചറിനെ വീണ്ടും ബ്രേക്ക് ചെയ്തിരിക്കുകയാണ്. സ്ട്രക്ചർ ബ്രേക്ക് കിട്ടി നിൽക്കുകയാണ്. അപ്പോൾ ഈ സ്ട്രക്ചർ ബ്രേക്ക് കിട്ടി നിൽക്കുന്നത് ഏകദേശം ഈ ഭാഗത്തായിട്ട് ഇങ്ങനെ സ്ട്രക്ചർ ബ്രേക്ക് കിട്ടി നിൽക്കുകയാണ്. അപ്പോൾ ഇതിന് മാർക്കറ്റ് ഇവിടെ നിന്ന് കുറച്ചുകൂടെ പോയിട്ട് താഴേക്ക് വരാം. പക്ഷെ നമ്മൾ ചെറിയ ചെറിയ ടൈം ഫ്രെയിമിലേക്കും കൂടെ അനാലിസ് ചെയ്ത് നോക്കാം. വീക്കിലി നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് അത് കാണാൻ കഴിയുന്നത് വെച്ചാൽ മാർക്കറ്റ് ഇത്ര ഹൈ പോയത് ഇങ്ങനെ വന്ന് ലോ അടിച്ച് ഇവിടെ വന്ന് സ്ട്രക്ചർ ബ്രേക്ക് ഹൈ നല്ല ഗെയിൻ ആയിട്ട് നിൽക്കുന്ന ഒരു മാർക്കറ്റാണ്. നമ്മൾ വീണ്ടും അതിനാണെങ്കിൽ ഒന്ന് ഷിഫ്റ്റ് ചെയ്ത് ഡേയിലേക്ക് പോകും. ഡേയിലേക്ക് പോകുമ്പോഴും മാർക്കറ്റ് ഇവിടെ നിന്നൊക്കെ ഇറങ്ങി വന്ന് എല്ലാ സീപ്പ് എടുത്തിട്ട് ആ മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ലോ ലെവലിൽ നിന്ന് ഇങ്ങനെ കയറി ഒരു ബാക്ക് തന്ന് വീണ്ടും ഒരു ഹൈ എടുത്ത് വീണ്ടും ഒരു ലോ എടുത്ത് വീണ്ടും ഒരു ഹൈ എടുത്ത് വീണ്ടും ഒരു ലോ എടുത്ത് വീണ്ടും ഒരു ഹൈ എടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ് ഡേ പാറ്റേണിൽ. ഇങ്ങനെ പാറ്റേണിൽ നിൽക്കുകയാണ്. അപ്പം വീണ്ടും ഒരു ബ്രേക്ക് ഔട്ട് ഇങ്ങനെ നിന്ന് ഈ ഒരു ലെവലിൽ ഒരു വീണ്ടും ഒരു എന്ത് ചെയ്യും ഫുൾ ബാക്ക് തന്നിട്ട് ഇങ്ങനെ നിൽക്കും. ഇത് ഇങ്ങോട്ട് കയറാം അതിൻ്റെ എന്തെങ്കിലും ചാൻസ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഇനി നമുക്ക് 4 അവറിലേക്ക് ചാർട്ട് നിന്ന് ഇത് ചെയ്യാം. 4 അവറിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് 4 അവറിലും ഇവിടുന്ന് പോയ മാർക്കറ്റ് ഇങ്ങനെ നിൽക്കുവാണ്. ഇങ്ങനെ നിൽക്കുന്ന മാർക്കറ്റ് നമുക്ക് 4 അവറിൽ ഈ ഭാഗത്തേക്കൊന്നും ഞാൻ ഒന്നും എൻട്രി ചെയ്യുന്നില്ല. കാരണം ഇവിടെയൊക്കെ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ടായിരുന്നു. ആ ഓർഡർ ബ്ലോക്കിനെ ഇവിടുന്ന് എൻട്രി കിട്ടിയവർക്ക് ഇങ്ങനെ നല്ല രീതിയിൽ പ്രോഫിറ്റ് എടുത്ത് പോയിട്ടുണ്ട്. ഞാൻ 1 അവറിലേക്ക് വീണ്ടും ഷിഫ്റ്റ് ചെയ്യുക. 1 അവറിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് നോക്കുമ്പം നമുക്ക് കാണാൻ കഴിയുന്നത് 1 അവറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ഭാഗത്തേക്കൊന്നും ഞാൻ പോകുന്നില്ല. 1 അവറിലെ ഫ്യൂച്ചർ ചാർട്ടിലേക്ക് നമ്മൾ നോക്കും. ഇവിടെയൊക്കെ ഇങ്ങനെ വന്നേക്കുവാണ്. കയറി ഇങ്ങനെ വന്ന് പഞ്ച് ചെയ്ത് 1 അവറിൻ്റെ ഒരു ഓർഡർ ബ്ലോക്ക് നമുക്ക് നോക്കാം പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. അവിടെ ചെറിയ രീതിയിൽ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട് ഇവിടെ. ആ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിനെ ഫുള്ള് കവർ എടുത്തിട്ട് മേലോട്ട് പോയേക്കുവാണ് മാർക്കറ്റ്. അപ്പോൾ ഇവിടെ ഈ ഒരു 1 അവർ ഓർഡർ ബ്ലോക്ക് നമുക്കിവിടെ മാർക്ക് ചെയ്യാം. ഇതെന്ന് പറയുന്നത് ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി ആയ വോയിഡിനെ അല്ലെങ്കിൽ ഗ്യാപ്പിനെ മിതിഗേറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് കയറിയതാണ്. ഇവിടുത്തെ ഈ 1 അവർ ഓർഡർ ബ്ലോക്കിന് വരവാണെന്ന് ഇവിടെ മാർക്കറ്റ് ഈ ഒരു ലോ വന്നപ്പോഴത്തേക്ക് ഈ ലോയിൽ നിന്നുള്ള ഈ വലിയൊരു ക്യാൻഡിൽ ഒറ്റ ക്യാൻഡിൽ 1 അവറിൽ ഒറ്റ ക്യാൻഡിൽ കൊണ്ട് തന്നെ ഇതിനെയാണെങ്കിൽ സ്വീപ്പ് ചെയ്തിട്ട് നേരെ ഒരു പുഷ് ചെയ്യുന്ന മേലോട്ട് പോയി. മേലോട്ട് പോയിപ്പോൾ നമ്മൾ ചെറിയ ടൈം ഫ്രെയിമിലേക്ക് നമ്മൾ ഇട്ട് നോക്കുമ്പം 15 മിനിറ്റിലേക്ക് നമുക്ക് നോക്കുമ്പം ഈ ഒരു പുഷ് ഇങ്ങനെ കറക്റ്റ് ഇതാണ്ട് മാർക്കറ്റിനെ ഈ ഒരു ഭാഗത്ത് നിന്നും സ്വീപ്പ് ചെയ്തുകൊണ്ട് ആ ക്യാൻഡിൽ ഒറ്റ ക്യാൻഡിൽ പോയി. പിന്നെ 15 മിനിറ്റിലേക്കും ഈ 1 അവർ ഓർഡർ ബ്ലോക്ക് ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്. 15 മിനിറ്റിൻ്റെ ചാർട്ടിലേക്ക് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് നോക്കാം. അതാണ് ഒരു ഓർഡർ ബ്ലോക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇവിടെ കിട്ടുന്നുണ്ട്. ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ
ഇതിൽ വന്ന് പ്രൈസ് ഇങ്ങനെ ആക്ട് ചെയ്ത് നിൽക്കുകയാണ്. ഈ 15 മിനിറ്റിന്റെ ചാർട്ട് നമുക്ക് ഇവിടുത്തെ ഇതൊരു ഓർഡർ ബ്ലോക്ക് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് 15 മിനിറ്റ്സിന്റെ ഓർഡർ ബ്ലോക്കിൽ നിൽക്കുകയാണെന്നാണ് പറയാൻ പറ്റുന്നത്. 15 മിനിറ്റിന്റെ ഓർഡർ ബ്ലോക്ക് അപ്പ് സൈഡിലേക്കുള്ള ഒരു ഓർഡർ ബ്ലോക്കിലേക്ക് വന്ന് നിൽക്കുക. കാരണം 15 മിനിറ്റ് ക്യാൻഡിൽ സ്വീപ്പ് ചെയ്തതിന് ശേഷം ഇതാണ് ഇവിടെ നിന്നാണ് ഈ വന്ന് ഈ ഒരു ഹൈ വന്ന് ഈ ഒരു ലോയിലേക്ക് എടുക്കാൻ വന്ന ഹയർ ഒരു ലോവർ ഹൈയിലേക്ക് വന്ന് ഈ ലോവർ ഹൈയെ മാർക്കറ്റ് ആണെങ്കിൽ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഈ ബ്രേക്ക് ചെയ്ത് കൂടാതെ ഇവിടെയും മാർക്കറ്റ് ആണെങ്കിൽ ഈ ഒരു ലോവറിനെയും ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഇതിനു ശേഷം മേലോട്ട് കയറി ഒരു നമ്മുടെ ഫെയർ വാല്യൂ ഗ്യാപ്പിനകത്ത് വന്ന് ഈ ഫെയർ വാല്യൂ ഗ്യാപ്പിനകത്ത് നിന്ന് മാർക്കറ്റ് എടുത്ത് പുഷ് ചെയ്ത് മേലെ പോയിട്ടുണ്ട്. പോയതിനു ശേഷം പക്ഷെ ഓർഡർ ബ്ലോക്കിൽ വരാതെയാണ് ഈ ഒരു ഭാഗത്ത് വന്നിട്ട് മാർക്കറ്റ് ഈ ഒരു ഭാഗത്ത് വന്നിട്ട് കയറിപ്പോയത്. ഓർഡർ ബ്ലോക്ക് വരാതെ ഫെയർ വാല്യൂ ഗ്യാപ്പിൽ വന്നിട്ട് മാർക്കറ്റ് കയറി. ആ ഫെയർ വാല്യൂ ഗ്യാപ്പിൽ എൻട്രി എടുക്കുന്നവരുണ്ട്. എൻട്രി എടുക്കുമ്പോൾ അവരുടെ റിസ്ക് കൂടുതലായിരിക്കും. ഇനിയിപ്പോൾ വെച്ചാൽ നമുക്ക് നോക്കുമ്പോൾ ഇപ്പോൾ ആണെങ്കിൽ ഉള്ള ദിവസങ്ങളിൽ നോക്കുമ്പോൾ നമുക്ക് ഇന്നത്തെ ദിവസം 9-ാം തീയതി ജൂലൈയിൽ വന്ന് ഇവിടെ ഈ ഓർഡർ ബ്ലോക്കിൽ എടുത്തിട്ട് ഇങ്ങനെ നിൽക്കുക. 9-ാം തീയതി ജൂലൈയിൽ ടൈം എന്ന് പറയുമ്പോൾ 2:45 ആകുമ്പോഴത്തേക്ക് മാർക്കറ്റ് കഴിയാറാകുമ്പോഴത്തേക്ക് അവിടെ ഒരു ബിഹേവ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഒരു എക്സ്പയറി ഡേ ആയിരുന്നെങ്കിൽ ഈ 2:45 വന്ന് ഈ ഓർഡർ ബ്ലോക്കിൽ ബുക്ക് ചെയ്യുന്ന സാധനം മേലോട്ട് കയറാം, നല്ല രീതിയിൽ കയറി പോകാം. ഇനി നമ്മൾ 5 മിനിറ്റിന്റെ ഒരു ഇതിലേക്ക് നമുക്ക് നോക്കാം. പക്ഷെ പിന്നെ ഒരു കാര്യം, ഈ 15 മിനിറ്റിന്റെ ഓർഡർ ബ്ലോക്കിൽ എൻട്രി എടുക്കുന്നവരുടെ ടാർഗറ്റ് നമ്മൾ പറയുന്നത് വെച്ചാൽ ഇവിടെ വരുമ്പോഴത്തേക്ക് മാർക്കറ്റ് ഇപ്പം നിൽക്കുകയാണ്. ഇവിടെ എവിടെ എൻട്രി എടുത്താൽ ഈ ഒരു ഭാഗത്ത് എവിടെ കിട്ടിയാലും എടുക്കാൻ പറ്റുന്നെങ്കിൽ എനിക്ക് എടുക്കാൻ പറ്റും, ഞാൻ എടുക്കും. എടുത്തതിന് ശേഷം എന്താണ് എൻ്റെ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് 99.70, അതായത് 100 പോയിന്റ് ആയിരിക്കും എനിക്ക് ഇവിടുന്ന് എൻട്രി കിട്ടുവാണെങ്കിൽ. എൻ്റെ SL എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ 50 പോയിന്റ് റേഞ്ച്. 50 പോയിന്റ് റേഞ്ച് എന്ന് പറയുമ്പം ഞാൻ നിഫ്റ്റിയിലെ മിഡ് ക്യാപ് നിഫ്റ്റിയിലെ അഡ്ഡം മണി പോയിന്റ് ATM സ്ട്രൈക്ക് എടുക്കുമ്പോഴത്തേക്ക് അതിനകത്തൊരു ബൈ സൈഡിലേക്കാണ് എൻ്റെ എൻട്രി. ബൈ സൈഡിലേക്ക് പോകുമ്പോഴത്തേക്ക് എൻ്റെ എൻട്രി എന്ന് പറയുന്നത് 50 പോയിന്റ് 30 പോയിന്റ് പ്രീമിയത്തിൽ SL വെച്ച്. ഇത് ഫ്യൂച്ചർ ചാർട്ടാണ്. ഇപ്പോൾ SL വെക്കാനൊക്കെ പാടുള്ളവർ കുറച്ച് പോയിന്റ് നോക്കി വെക്കുക. ഇപ്പോൾ ഈ 50 പോയിന്റ് ആകുമ്പോൾ ഞാനാണെങ്കിൽ ഒരു 30 പോയിന്റ് ആയിരിക്കും SL വെക്കുന്നത്. പിന്നെ മാർക്കറ്റ് ചില സമയത്ത് കൺസൾട്ടേഷൻ ചെയ്യും, അത് ടൈമിങ്ങിനനുസരിച്ചാണ്. നമുക്ക് രാവിലെ 9:30-ക്കും 10:00-ക്കും ട്രേഡ് ഇവിടുന്ന് കിട്ടുവാണെങ്കിൽ നമ്മൾ നോക്കണം. 10:00-ക്ക് കിട്ടിയിട്ട് നല്ല പുഷ് കിട്ടി പ്രോഫിറ്റ് വരുന്നിടത്ത് വെച്ച് എവിടെയാണെന്ന് വെച്ചാൽ എക്സിറ്റ് ആയി നമ്മുടെ 1:2 കിട്ടുവാണെങ്കിൽ എക്സിറ്റ് ആയോ അല്ലെങ്കിൽ കുറച്ചിലോട്ട് വിറ്റ് പോകാൻ വേണ്ടി ശ്രമിക്കും. പക്ഷെ 10:30 കഴിഞ്ഞിട്ടും മാർക്കറ്റ് ഇങ്ങനെ നടന്നു കിടക്കുന്നത് കളിക്കുവാണെങ്കിൽ എന്ത് ചെയ്യും, നമ്മളാണെങ്കിൽ പ്രീമിയം കുറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെയാണെങ്കിൽ അവിടെ വെച്ച് നമ്മൾ ചെറിയ ലോസിൽ കട്ട് ചെയ്ത് മാറുകയാണ് ചെയ്തത്. പക്ഷെ അത് മാറി പ്രീമിയം ഒന്ന് ഒരു ഉച്ചയ്ക്ക് ശേഷം 2 മണിക്ക് ശേഷം, എക്സ്പയറി ഡേ അല്ലാത്ത ഡേയിൽ 2 മണിക്ക് ശേഷം നമുക്ക് ഇവിടെ നിന്നാണെങ്കിൽ പ്രീമിയം ഒക്കെ ഇങ്ങനെ DK ഇങ്ങനെ വന്ന് നിൽക്കുന്ന സമയത്ത് 2 മണിയൊക്കെ ആയി കഴിയുമ്പോൾ നമുക്കൊന്ന് ഇവിടുന്ന് അടുത്ത ട്രേഡിനെ പ്ലാൻ ചെയ്തുകൊണ്ട് അപ്പിലേക്ക് എടുക്കാൻ നമുക്ക് ശ്രമിക്കാം. അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഇവിടെ 50 പോയിന്റ് SL കൊടുത്ത് ഞാൻ ഫസ്റ്റ് ടാർഗറ്റിനെ പറയുന്നത്, എൻ്റെ ടാർഗറ്റ് എന്ന് പറയുമ്പോൾ തന്നെ ഈ ഒരു 5 മിനിറ്റിന്റെ OB ഉണ്ട്. ഇവിടെ വന്നിട്ട് ചെറിയൊരു പുഷ് കിട്ടാം. പക്ഷേ ഇവിടെ ഒരു 60 പോയിന്റ് ടാർഗറ്റ്, 100 പോയിന്റ് ഫ്യൂച്ചർ ടാർഗറ്റ് ചാർട്ടിലും പ്രീമിയം ചാർട്ടിലാണെങ്കിൽ എടുക്കുന്ന അഡ്ഡമണി ചാർട്ട് എടുക്കുന്നത് ഒരു 60 പോയിന്റോളം ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ 60 ആയിരിക്കത്തില്ല, ചിലപ്പോൾ അങ്ങോട്ട് കൂടാം അല്ലെങ്കിൽ കുറച്ച് കുറയാം. അപ്പൊ ഈ 60 പോയിന്റോളം ഞാൻ ടാർഗറ്റ് വെക്കുന്നത്, ഈ ഒരു ടാർഗറ്റ് എടുക്കുമ്പോഴത്തേക്ക് ഞാനാണെങ്കിൽ 140 ക്വാണ്ടിറ്റിയാണ് ഒരു ലോട്ട് എന്ന് പറയുന്നത് മിഡ് ക്യാപ്പിൽ. ആ മിഡ് ക്യാപ്പിന്റെ ഒരു 2-3 ലോട്ട് എടുക്കുന്നതിനനുസരിച്ച് ഞാൻ ചിലപ്പോൾ 2 ലോട്ട് വിറ്റ് മാറാം. എന്നിട്ട് 1 ലോട്ട് മാത്രം ഹോൾഡ് ചെയ്തുകൊണ്ട് എൻ്റെ ഒരു സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുന്നത് പറയുന്നത് ഇവിടെ കഴിയും. ഇവിടെ കഴിഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് ടാർഗറ്റ് എന്തായാലും ഞാൻ ഇവിടെ എടുക്കും, ഇവിടെ ആയിരിക്കും. അപ്പം ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് ടാർഗറ്റ് 1 ഇവിടെ, സെക്കൻഡ് ടാർഗറ്റ് 2 എന്ന് പറയുന്നത് ഇവിടെയുമായിരിക്കും. ടാർഗറ്റ് 2 എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു 30 പോയിന്റ് 30 പോയിന്റ് എന്ന് പറയുമ്പോൾ 20 പോയിന്റോളം കൂടെ വേണമെങ്കിൽ വീണ്ടും എടുക്കുക, അതായത് 80 പോയിന്റോളം ഇത്രയും കിട്ടും. ഇവിടുന്ന് ഒരു ദിവസത്തെ മൂവ്മെന്റ്, നല്ല ചില മൂവ്മെന്റ് കിട്ടുകയാണെങ്കിൽ ഈ ഒരു ഭാഗത്തെ ഒക്കെ സ്പ്ലിറ്റ് ചെയ്ത് മേലോട്ട് കയറിപ്പോ ഇവിടെ വരാം. നല്ല ഡേയിലുകളാവുകയാണെങ്കിൽ ഇവിടെ വരാം ടാർഗറ്റ്. അടുത്ത ടാർഗറ്റ് ഇതാ ഇവിടെ വരാം, അടുത്ത ടാർഗറ്റ് ഇവിടെ വരാം. തുടർച്ചയായിട്ട് ഒരു ദിവസം കൊണ്ടൊന്നും ഇത്രയൊന്നും കയറി പോകത്തില്ല.
എന്നാലും ഏകദേശം പറയുകയാണ് ഒരു ദിവസം അല്ലെങ്കിൽ വല്ല ഇതൊക്കെ വരണം, 260 പോയിന്റ് ഒക്കെ വരണമെങ്കിൽ ഫുള്ള് കയറി പോകണമെന്നില്ല. നമ്മുടേതായ ഒരു റിസ്ക് റിവാർഡിൽ പ്രോഫിറ്റ് കിട്ടുമ്പോൾ ഇറങ്ങി നിൽക്കുക. അതിൽ ട്രേഡ് പഞ്ച് ചെയ്യേണ്ടത് രാവിലെ 9:20 കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുവാണെങ്കിലും അതേപോലെ 10:30 ഉള്ളിൽ കിട്ടുവാണെങ്കിൽ 10:30 കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് കിട്ടുമ്പോൾ 11 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് പിന്നെ ഒരു മാർക്കറ്റിംഗ് നടന്ന് സിക്സ് ആഗ് വെയിൽ കഴിച്ച് നമ്മുടെ SL പൊയ്ക്കൊണ്ടിരിക്കും. പിന്നെ അതേപോലെ തന്നെ മാർക്കറ്റ് 2 മണിക്ക് ശേഷമാണ് ഇവിടുന്ന് ബിഹേവ് ചെയ്യുന്നത്. അതായത് ഒരു പക്ഷേ മാർക്കറ്റ് ഇവിടെയൊക്കെ കുറച്ച് നേരം കളിച്ചിട്ട് പിന്നെ വീണ്ടും തിരിച്ചു വരികയാണെങ്കിൽ രാവിലത്തെ എൻട്രിയിലാണെങ്കിൽ ഇവിടുന്ന് ഒരു ഗ്യാപ്പ് അപ്പ് ആണ്, ഇവിടെ കിടന്ന് ഇങ്ങനെയൊക്കെ കളിച്ച് ഇങ്ങനെ കളിച്ച് ഇങ്ങനെ കളിച്ച് ഇങ്ങനെ കളിച്ച് പിന്നെ വന്നിട്ട് മാർക്കറ്റ് ഇതാ ഇവിടുന്ന് എൻട്രി കിട്ടുവാണെങ്കിൽ തിരിച്ചൊരു ട്രേഡ് പ്ലാൻ ചെയ്യാം. അത് ഒരു 10 മണി റേഞ്ചിലൊക്കെ ഇവിടെയൊക്കെ വന്നിരുവാണെങ്കിൽ, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷം ഇവിടെ വരുവാണെങ്കിൽ, ഈ 11 മണിക്കും ഉച്ചയ്ക്ക് 2 മണിക്കും ശേഷം പരമാവധി ട്രേഡിനെ നമുക്ക് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. കാരണം വെച്ചാൽ അത് ഡീകെ സംഭവിച്ചുകൊണ്ടിരിക്കും, പോയിന്റുകളൊക്കെ ലോസ് ആവും. പിന്നെ മാർക്കറ്റ് രാവിലെ തന്നെ നമുക്കൊരു 9:20 ഈ ഒരു ഭാഗത്ത് നിന്നൊക്കെ കിട്ടുവാണെങ്കിൽ അത് നോക്കണം, മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ ന്യൂസുകളോ അതൊക്കെ നോക്കണം. അതേപോലെ ഗിഫ്റ്റ് നിഫ്റ്റിക്കകത്ത് താഴെന്ന ദിവസം എങ്ങനെയാണ് രാവിലത്തെ മോർണിംഗ് സെഷൻ എങ്ങനെയാണ് വന്നിരിക്കുന്നത് ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം ഇവിടുന്ന് ഒരു ട്രേഡ് രാവിലെ തന്നെ മോർണിംഗ് കിട്ടിയാലും നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. ഇങ്ങനെയായിരിക്കും എൻ്റെ മിഡ് ക്യാപ് നിഫ്റ്റിയിലെ ട്രേഡിംഗ് പ്ലാൻ. അപ്പം ഇതെന്ന് പറയുന്നത് മിഡ് ക്യാപ് നിഫ്റ്റിയിലെ മിഡ് ക്യാപ് നിഫ്റ്റിയിലെ 10/7/2025 15 മിനിറ്റിന്റെ ഒരു എൻട്രി മോഡലാണ്. സി സൈഡിലേക്കാണ്. സി ട്രേഡ് പ്ലാൻ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. താങ്ക് യു.